അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഅബാൻ 21 ഫെബ്രുവരി 9-ാം തീയതി പ്രഭാത കിരണങ്ങളിങ്ങനെ പരിശുദ്ധമായ അറബിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. സമയം ഏകദേശം 6:30 മണിയിലേക്ക് അടുക്കുകയാണ്. നല്ല തിരക്കാണ്. ക്ലോക്ക് ടവറിലേക്കൊക്കെ ഇങ്ങനെ ആളിങ്ങനെ ഇരച്ച് കയറാണ് കേട്ടോ. ഇഷ്ടംപോലെ താമസക്കാരുണ്ട് അതിലൊക്കെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം സുന്ദരമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും പരിശുദ്ധമായ കഅബാലയം കണ്ണിറയെ കാണുക. നിങ്ങളെപ്പോഴും പറയാറില്ലേ കഅബാലയം കാണിച്ചു തരണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എപ്പോഴും ദുആയിലുണ്ട് കേട്ടോ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സൗഹൃദങ്ങൾ, നാട്ടുകളിലവർ അവർക്കൊക്കെ അല്ലാഹു അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ. അതുപോലെ രോഗങ്ങളിൽ കിടക്കുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു കാമിലാശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ റാഹത്തുള്ള ജീവൻ നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് ചെറിയ മക്കൾ തൊട്ട് വലിയ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. രോഗങ്ങളിൽ പെട്ട് കിടക്കുന്നവർ കുറച്ചവനെ അവരുടെയൊക്കെ രോഗങ്ങളുള്ള കാമിലാശിഫ നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അയൽവാസികൾ, നാട്ടിലുള്ള സുഹൃത്തുക്കൾ അവർക്കൊക്കെ പടച്ചവൻ്റെ കാരുണ്യം വന്ന് നിറയട്ടെ. ഇനി റമദാനിലേക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, 9 ദിവസം അല്ലേ. ഇതിൽ നമ്മൾ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും ഇൻഷാ അല്ലാഹ് റഹ്മത്തിൻ്റെ മാസത്തെ നമുക്ക് വരവേൽക്കാം. ഏതായാലും ഈ പ്രഭാതം സുന്ദരമാക്കി തരട്ടെ കേട്ടോ. ഷഅബാൻ 21 അല്ലാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളും അതുപോലെ കുറേ ആൾക്കാർ അവരുടെ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് എപ്പോഴും ഞാൻ ദുആ ചെയ്യുന്നതാണ്. അവർക്കൊക്കെ അല്ലാഹു കാമിലാശിഫ നൽകട്ടെ. അവരെ സംരക്ഷിക്കുന്ന മക്കളുണ്ട് ഒരുപാട്. അവരുടെ മക്കൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. എല്ലാവർക്കും റാഹത്തും സമാധാനമൊക്കെ നൽകട്ടെ. ഈ പ്രഭാതത്തിൻ്റെ കുളിരിൽ പരിശുദ്ധമായ അറബിലെ കണ്ട നല്ല റാഹത്തുള്ള ഒരു പ്രഭാതം. കുറേ ആൾക്കാരിങ്ങനെ കഅബാലയം നോക്കി ദുആ ചെയ്യണം കേട്ടോ. എന്നാൽ അതിൽ എനിക്കൊരു ഇടം തന്നു പഠിച്ചവന് ശുക്ർ റബ്ബിന്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുകയാണ്. അസ്സലാമു അലൈക്കും.